പിന്നെ ആദ്യമായിട്ട് നമ്മുടെ സെറ്റിൽ വന്ന് കരഞ്ഞത് ഈ ക്രിസ്മസിന് ഷൂട്ട് വയ്ക്കുന്നു എന്നുള്ളൊരു പ്രശ്നം കൊണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് മൂട്ടി, ഞങ്ങൾ കൂടെ ചുറ്റും കുറേ ആൾക്കാരുണ്ട്. ഇത് കഴിഞ്ഞ് കുറേ പോയി എനിക്ക് ക്രിസ്മസിന് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കരച്ചിൽ തുടങ്ങിയിട്ട് അവസാനം ഉടനെ തന്നെ അവനെ വിളിച്ച് മാത്താ എനിക്ക് ഇവിടെ ഷൂട്ട് വയ്ക്കുമെന്നൊക്കെ പറഞ്ഞ് ആകെ അലമ്പ്. ബിന്നിയുടെ ബാഗിനകത്ത് ഒരു ചെറിയൊരു ബോട്ടിൽ ഉണ്ടാവും, അതിനകത്ത് എപ്പോഴും ഹാൻഡ് വാഷ് ആണ്. ഓരോ കാര്യം കഴിയുമ്പോഴും ബിന്നി പോയി ഹാൻഡ് വാഷ് ചെയ്യുന്നതാണ്. ബിന്നി അത് ബിന്നിക്ക് ആ അസുഖം ഉള്ളതാണ്, ശീലമല്ല അസുഖമുള്ളത്. അതൊരു മുതലായിരുന്നു. വൈൽഡ് കാർഡ്സിന്റെ ഏത് സീസണിൽ ഏത് വൈൽഡ് കാർഡ്സ് വന്നാലും ഇപ്പോഴും പറയുന്നത് 4th സീസണിൽ വന്ന റിയാസ് സലീമിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് വന്നപ്പോ തന്നെ ഉണ്ടല്ലോ പുള്ളിക്കാരൻ കുറെ പേരെ ഇങ്ങനെ ചീട്ട് കീറിയിട്ടോ എന്നൊരെണ്ണം ഇങ്ങനെ മാർക്കറ്റിൽ വന്ന് അവനിങ്ങനെ നോക്കും, എന്നിട്ട് ഇങ്ങനെ ചിരിക്കും. ബിഗ് ബോസിന് വേണ്ട കണ്ടന്റ് എന്താ എന്നറിഞ്ഞു കയറിയ ഒരാളാ, ആരെ ചൊറിയണം. അപ്പൊ അവൻ ഇറങ്ങിയിട്ടും പറയും ഞാൻ ലക്ഷ്മിപ്രിയക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ ധനികം കൊടുക്കും. അനുമോളുടെ കേസ് പറയുകയാണെങ്കിൽ എല്ലാരും പറയുന്നത് അനുമോൾ എപ്പോഴും കരയുന്നു ആണ്. ഞാൻ വിചാരിച്ചു ഈ ക്യാരക്ടർ എടുക്കാതെ വേറെ എന്തെങ്കിലും ഗെയിം കളിക്കാനായിരിക്കും നല്ല ആള് റിയൽ ആയിട്ട്. ഇപ്പോഴത്തെ ജനറേഷനോട് പറയണമെങ്കിൽ ഞാൻ ഏത് സിനിമ എന്റെ പറയാൻ പറ്റുന്ന വെച്ചാൽ ദ്രോണയിലെ സാവിത്രി അറിവ് പറഞ്ഞ ഇപ്പോഴത്തെ ജനറേഷനും അറിയാം. അത് ഭാഗ്യമാണ്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ കൊച്ചി. ഹലോ ആൻഡ് വെൽക്കം ടു ലൈഫ് നെറ്റ് TV. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് 3-ാം നൊമ്പരം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സാജൻ സൂര്യ ആൻഡ് ധന്യ. വെൽക്കം. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് ഫീൽ ഉണ്ട്. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുന്നു, അപ്പോൾ നമുക്കും ഒരു എനർജി കിട്ടുന്നുണ്ട്. താങ്ക് യു. അങ്ങനെയാണ്, കാരണം ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരുന്നത് പിതാവായിട്ടും മാതാവായിട്ടും. അപ്പൊ ആ ഒരു പോസിറ്റീവ് എനർജി വരണമല്ലോ നമുക്ക്. അതന്നെ ചേച്ചിക്ക് ഒരു മാതാവ് ഇതിലൊക്കെ ഉണ്ടല്ലോ. സിനിമ കണ്ടിട്ടും എല്ലാരും പറയണം. ധന്യ ചേച്ചിയുടെ ഒരു ഓണം ഭാഗ്യത്തിന് ഈ പ്രാവശ്യം പുള്ളിക്ക് ഷൂട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഷൂട്ട് ഉണ്ടാവാറുണ്ട്. ഈ പ്രാവശ്യം ഷൂട്ട് ഉണ്ടാവില്ല. നമ്മുടെ ഓണം എന്നൊക്കെ പറഞ്ഞാൽ കുടുംബമായിട്ടൊന്ന് ഫുഡ് കഴിക്കുക, നല്ല സദ്യ ഉണ്ട്, അത്രേ ഉള്ളൂ. ധന്യ പറഞ്ഞു ഭാഗ്യത്തിന് ഷൂട്ടില്ല, എനിക്ക് ഷൂട്ടേ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ എനിക്ക് ആ ഭാഗ്യം വേണ്ട, എനിക്ക് ഷൂട്ട് വേണം. ഭാഗ്യത്തിന് തന്നെ ഞാനേ അയ്യോ ആ ദിവസം അല്ല, ഞാനൊക്കെ വർക്ക് ചെയ്തപ്പം നമുക്ക് ക്രിസ്മസിനും ഷൂട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് കൊതിക്കും വീട്ടിലെല്ലാരും കൂടുമ്പോഴേ. പക്ഷേ വർക്കിന് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഞങ്ങൾ വർക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ അതേ കൊടുക്കും. നമ്മുടെ ബിന്നി ആദ്യമായിട്ട് കരഞ്ഞത് ഈ ഒരു കാര്യത്തിനാണ്. ബിന്നി ഞങ്ങള് ബിന്നിയുടെ ഫസ്റ്റ് ക്രിസ്മസ് അപ്പോൾ നമ്മുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. ഷൂട്ടിന് ഒരു 4-5 ദിവസം മുമ്പ് പറഞ്ഞ് ക്രിസ്മസിനൊന്നും ഇവിടെ ആരും അവധി തരില്ല, ശരിക്കും അവധി ഉണ്ടെന്ന്. ബിന്നി അങ്ങ് തർക്കിച്ചു തുടങ്ങി. ബിന്നി പറഞ്ഞു അതെന്ത് ഷൂട്ട് വയ്ക്കുന്നത്, നമുക്ക് പറ്റത്തില്ല, ലോകം മൊത്തം ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്മസ്. അപ്പം തൊട്ട് മുമ്പ് ഓണത്തിന് ഇത് കൊടുത്തല്ല, അപ്പോൾ ഓണത്തിന് കൊടുക്കാം, ക്രിസ്മസിന് എന്ത് തരാത്തതെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു ഓണം അതുമല്ല, ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ. അപ്പം ഞങ്ങളൊന്ന് മൂട്ടി, ഞങ്ങൾ കൂടെ ചുറ്റും കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ ഓണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ദേശീയോത്സവമാണ്, അതിനകത്ത് ജാതി മതമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഓണത്തിന് ഇവിടെ എല്ലാവർക്കും അവധിയായിരിക്കും, പക്ഷേ ക്രിസ്മസിന് എന്തായാലും ഇവിടെ ഷൂട്ട് വയ്ക്കും. ഞാൻ പറഞ്ഞു എൻ്റെ ഡേറ്റ് ഒന്നും ഫ്രീ അല്ല, ക്രിസ്മസിന് വെച്ചാലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇത് കഴിഞ്ഞ് കുറേ പോയി എനിക്ക് ക്രിസ്മസിന് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കരച്ചിൽ തുടങ്ങിയിട്ട് അവസാനം ഉടനെ തന്നെ അവനെ വിളിച്ച് മാത്താ എനിക്ക് ഇവിടെ ഷൂട്ട് വയ്ക്കുമെന്നൊക്കെ പറഞ്ഞ് ആകെ അലമ്പ്. ബിന്നി ആദ്യമായിട്ട് നമ്മുടെ സെറ്റിൽ വന്ന് കരഞ്ഞത് ഈ ക്രിസ്മസിന് ഷൂട്ട് വയ്ക്കുന്നു എന്നുള്ളൊരു പ്രശ്നം കൊണ്ട്. ബിഗ് ബോസിൽ പൊതുവെ കഴിഞ്ഞൊരു വീക്കിൽ ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് ആ കൂട്ടത്തിലേക്ക് ഏറ്റവും വലിയ വൃത്തി കൊടുക്ക ബിന്നിയാണ് കൂടുതൽ. ശരിക്കും അങ്ങനെയാണോ? അല്ല, അങ്ങനെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്നി നമ്മുടെ വീട്ടിൽ നമ്മുടെ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് ബിന്നിയുടെ ഇതിനകത്ത് ബാഗുണ്ട്, ബിന്നിയുടെ ബാഗിനകത്ത് ഒരു ചെറിയൊരു ബോട്ടിൽ ഉണ്ടാവും, അതിനകത്ത് എപ്പോഴും ഹാൻഡ് വാഷ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ കാര്യം കഴിയുമ്പോഴും ബിന്നി പോയി ഹാൻഡ് വാഷ് ചെയ്യുന്നതാണ്. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണ് ഹാൻഡ് വാഷ് ചെയ്യുന്നത്. ബിന്നി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുമ്പോഴും പോയി ഹാൻഡ് വാഷ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഇതേ രീതിയിൽ നമ്മളെ ബിന്നി ലൊക്കേഷൻ നമ്മൾ കളിയാക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പ്രൊഫഷണൽ ഹാൻഡ് വാഷ് ആര് വെച്ചിരുന്നത് അത് ബിന്നി അടിച്ചുകൊണ്ട് അതിൽ ഒഴിക്കും. ബിന്നി അത് ബിന്നിക്ക് ആ അസുഖം ഉള്ളതാണ്, ശീലമല്ല അസുഖമുള്ളത്. ബിന്നിയുടെ ഒരു ക്യാരക്ടർ നമ്മൾ ബിഗ് ബോസിൽ കാണുന്ന സെയിം സൈലന്റ് ആയിട്ടുള്ള അങ്ങനത്തെ ആള് തന്നെയാണോ? ബിന്നി അത്ര സൈലന്റ് ഒന്നും അല്ല, പക്ഷെ ബിന്നി അങ്ങോട്ട് പോയി സംസാരിച്ചു കഴിഞ്ഞാൽ ബിന്നി ഒട്ടും സൈലന്റ് ആവും. ബിന്നി ഒരു കാര്യത്തിലും പോയി ഇപ്പം നമ്മളടുത്ത് ഇപ്പം ഇങ്ങോട്ട് വന്ന ഒരു കാര്യത്തിനും ചൊറിയാനോ ഒന്നിനും പോകത്തില്ല. അപ്പം ശരിക്കും ഞങ്ങൾ ലൊക്കേഷനിൽ ഞാൻ ബിന്നിയെ വിളിക്കുന്നത് മോന്നാണ്. മോ മീൻസ് മൊട. ബിന്നി എന്നെ തിരിച്ചു വിളിക്കുന്നത് ചോന്നാണ്, ചൊറി. അപ്പം ഞാനൊന്ന് ചൊറിയും, മോയും ചോയും എന്നാ പറയുമ്പം ബിന്നിക്ക്. പക്ഷെ ബിന്നിയെ ഒന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബിന്നി നിർത്തൂല സംസാരം,
കയറി മാന്തി സംസാരിച്ച് പിന്നെ ഏതെങ്കിലും അറ്റത്ത് പോയി. ഞാനും ബിന്നിയായിട്ടൊക്കെ ഒരു വഴക്കുണ്ടായിട്ട് അവസാനം ഞാനും ബിന്നിയും തമ്മിൽ സംസാരിച്ച് അവസാനം എത്രയോ ഇത് മിണ്ടാതായിട്ടുണ്ടെന്നറിയോ? അങ്ങനെ 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 ആവാറുണ്ട് ആള്. അതെന്താന്നോ, നമ്മള് ഈ അങ്ങനെയുള്ളവരാരും ചൊറിയാൻ പോകത്തില്ല, അറിയാത്തോണ്ടാണ്. ചൊറിഞ്ഞാ അവര് നല്ല ഭയങ്കര പെട്ടെന്ന് ഇമോഷൻ ആവുകയും ചെയ്യും, പിന്നെ പെട്ടെന്ന് കരയും. ആ ഇമോഷൻ ഇതിന് വന്നിട്ട് കരഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഇതുവരെ. അങ്ങനെ എന്തോ ഉള്ളൂ. എന്നോടൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഭയങ്കര സൈലന്റ് ആണോന്നൊക്കെ. ഞാനും വിചാരിച്ചു നമ്മൾ ബേസിക്കലി അങ്ങോട്ട് പോയിട്ട് ആളുകളുടെ അടുത്ത് വഴക്കുന്നവരല്ല, പക്ഷെ നമ്മുടെ അടുത്ത് എന്തെങ്കിലും നേരിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കി തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ ആരും വരുത്തൂല്ല. ഞാനിടയ്ക്ക് ആലോചിച്ചു എല്ലാവരും നീ എന്താ ഒന്നും ചെയ്യാൻ, ആരെങ്കിലും വന്നിരുന്നെങ്കിൽ വല്ല റിയാക്ട് ചെയ്യായിരുന്നു. ഇതില്ല, നമ്മളെയൊക്കെ തഴഞ്ഞിട്ടേക്കുക എന്ന് പറഞ്ഞാൽ ബിന്നിയുടെ അവസ്ഥ ഇപ്പം അതാണ്. ഇപ്പം അവിടെ ആൾക്കാരെ അങ്ങനെ നോക്കി വെച്ചേക്കണവരെ ചൊറിഞ്ഞുകൊണ്ട് അടക്കല്ലേ, അതുകൊണ്ട് അവസരം വന്നിട്ടില്ല. ഞാൻ ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ചേട്ടന്റെ ഫോട്ടോസ് ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. ശരിക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നൊരു പരിപാടിയല്ല. പിന്നെ വീട്ടിലൊരു താല്പര്യമില്ല. വീട്ടിലും ഞാൻ പോയാൽ ശരിയാവില്ലെന്നാ പറഞ്ഞത്. പിള്ളേരെയൊക്കെ കെട്ടിച്ചു വിട്ടിട്ട് വേണമെങ്കിൽ പൊക്കോ എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ പിള്ളേർക്ക് വേറെ ദോഷം ഉണ്ടാവും. വീട്ടിലെ യഥാർത്ഥ സ്വഭാവം അവിടെ പോയി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഉള്ള ഇമേജ് പോയി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വളരെ മാന്യമായി ഇതേപോലെ ഇന്റർവ്യൂവിൽ നല്ല മാന്യമായി സംസാരിച്ചിരിക്കാം. മാന്യൻ. നമ്മള് ഇതിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ ഇപ്പൊ ഇന്നലെ വൈൽഡ് കാർഡ്സ് ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു. വൈൽഡ് കാർഡ്സിന്റെ ഏത് സീസണിൽ ഏത് വൈൽഡ് കാർഡ്സ് വന്നാലും ഇപ്പോഴും പറയുന്നത് 4th സീസണിൽ വന്ന റിയാസ് സലീമിനെ പറ്റിയിട്ടാണ്. അതൊരു മുതലായിരുന്നു. ഫസ്റ്റ് വന്നപ്പോ തന്നെ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ കുറെ പേരെ ഇങ്ങനെ ചീട്ട് കീറിയിട്ടോ എന്നൊരല്ല ഇങ്ങനെ മാർക്കറ്റിൽ വന്നേ, നമുക്കറിയില്ലല്ലോ. വന്ന് കയറിയപ്പോ തന്നെ നമ്മള് ഹായ് എന്ന് പറയാൻ കൈ നീട്ടിയപ്പോഴത്തേനും ഒരു നോക്കി നോക്കണേ. ഞാൻ ഇതെന്താ ഇങ്ങനെ, നമ്മൾ കൺഫ്യൂസ് ആയി പോയി. ഇതെന്താ ഇങ്ങനെ പുറത്തുനിന്ന് കയറി വന്നിട്ട് നമ്മൾ ഒരുമാതിരി നോക്കിയിട്ടൊക്കെ പോകുന്നത്. അങ്ങനെയാണ് ഫസ്റ്റ് എൻ്റർ ആവണത്. പക്ഷെ എല്ലാ വഴക്ക് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഒരു ചിരിയുണ്ട്, നമ്മളറിയാതെ. പിന്നെ കൊച്ചു പയ്യനായിരുന്നു, നമ്മൾക്ക് അത് എന്ത് കാണിച്ചാലും രസമായിട്ട് തോന്നി തുടങ്ങി കണ്ട്. അതില് ചേച്ചിയല്ലേ റിയാസ് സലീമിനെ മറ്റേ മഞ്ഞ കുർത്തയൊക്കെ ഇട്ടിട്ട് ഞാൻ റിയാസിനെ ചെയ്തായിരുന്നു. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരക്ടർ. അതെ അതെ, ആരെ വേണേലും എങ്ങനെ വേണേലും ബൂസ്റ്റ് ചെയ്യാനും പറ്റില്ല. പക്കാണല്ലോ റിയാസ് സലീമിന്റെ ആറ്റിറ്റ്യൂഡ് ഒക്കെ എടുത്തത്, ഇരിക്കുന്ന സ്റ്റൈല് വരെ. അത് റിയാസിനെ ശ്രദ്ധിക്കുക, ഒത്തിരി മാനറിസം ഉണ്ട്. നമുക്ക് ക്യാരക്ടർ പിടിക്കണമെങ്കിൽ ചെയ്യാൻ എളുപ്പമുള്ള ക്യാരക്ടറായിരുന്നു ആളുടെ. കുറേ കാര്യങ്ങൾ അവൻ കുറച്ച്, ഞാൻ ചോദിച്ചിട്ട് നീ വേണമെന്ന് വെച്ച് കുറേ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ടോ ഇങ്ങനത്തെ കുറച്ച് മാനറിസം ഒക്കെ. അവനിങ്ങനെ നോക്കും, എന്നിട്ടിങ്ങനെ ശരിക്കും. കാരണം പുള്ളിക്കാരൻ കുറച്ച് എന്താ പറയുക, ഒരു ബിഗ് ബോസിന് വേണ്ട കണ്ടന്റ് എന്താ എന്നറിഞ്ഞു കയറിയ ഒരാളാണ്. അപ്പം ആരെ ചൊറിയണം. അപ്പൊ അവൻ ഇറങ്ങിയിട്ടും പറയും ഞാൻ ലക്ഷ്മി പ്രിയക്ക് കൊടുക്കണ കൂട്ടത്തിൽ ധനികം കൊടുക്കും. ലക്ഷ്മിപ്രിയനെ പറ്റി ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മോളെ തന്നെ. അപ്പൊ ഞാൻ എനിക്ക് ഏറ്റവും ദേഷ്യം പറഞ്ഞ ഇതാണ്, ആളെ പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് ഇട്ടിട്ട്. അപ്പൊ ഞാൻ പറയും ഞാൻ എന്നെ സെപ്പറേറ്റ് വേണമെങ്കിൽ പറഞ്ഞു കുഴപ്പമില്ല, പക്ഷെ ആളെ കൂട്ടത്തിൽ പറയണ്ടല്ലോ. അങ്ങനെ ഈ സീസണിലെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഫേവറേറ്റ് എല്ലാ കുറെ പേരിപ്പം 70 ഒക്കെ വരെ പോകും തോന്നിയ കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് പറയാൻ ആരും അങ്ങനെ ആയിട്ടില്ല. പിന്നെ എനിക്ക് പിന്നീട് അറിയാം, പിന്നെ അനുമോളെ അറിയാം. ഇങ്ങനെ ഭയങ്കര പേഴ്സണലി ഇവരെല്ലാം പേഴ്സണൽ. ഇപ്പം ചേട്ടൻ അറിയാവുന്ന പോലെ ബിന്നിനെ എനിക്കറിയില്ല, ജസ്റ്റ് വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബിന്നിയുടെ നല്ല സൈഡ് ഞാൻ കണ്ടിട്ടുള്ളൂ. ചിരിച്ചുകൊണ്ട് വന്ന് ചേച്ചി എന്ന് പറയുന്ന സൈഡ് മാത്രമേ എനിക്കറിയാവുള്ളൂ. ഈ പിണക്കോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അനുമോളുടെ കേസ് പറയുകയാണെങ്കിൽ എല്ലാവരും പറയുന്നത് അനുമോൾ എപ്പോഴും കരയുന്നു. അതെ, അത് പിന്നെ ഞാൻ കണ്ടു കുറെ പേര് പറഞ്ഞു റിയൽ അനുമോൾ അങ്ങനെ തന്നെയാണ്. കുറെ ഞാൻ കണ്ടപ്പോ ഒക്കെ അങ്ങനെ തന്നെ ആയിരുന്നു, വലിയ മാറ്റമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ഈ ക്യാരക്ടർ എടുക്കാതെ വേറെ എന്തെങ്കിലും ഗെയിം കളിക്കാനായിരിക്കും നല്ല ആള് റിയൽ ആയിട്ട്. നമുക്ക് നാച്ചുറലി എനിക്കൊന്നൊരു സെക്കൻഡ് വീക്ക് തേർഡ് വീക്ക് ആകുമ്പോൾ സ്വന്തം സ്വഭാവം തന്നെ വെളിയിൽ വരും തോന്നുന്നല്ലേ. ഫ്രസ്ട്രേറ്റഡ് ആവും. നമ്മൾ കുറേ നാൾ എങ്ങും പോകാതെ മൊബൈലിൽ നോക്കാതെ പുറത്തെ കാര്യങ്ങൾ അറിയാതെ നമ്മൾ ഇരിക്കുക. നമുക്ക് ഒരു ഐഡിയ ഇല്ല പുറത്ത് എന്ത് നടക്കുന്നു, നമ്മളെക്കുറിച്ച് പുറത്തെ ആളുകൾ എന്തായിരിക്കും പറയണമെന്ന് പോലും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഓർക്കുമ്പോൾ പേടിയാവും, ഉറങ്ങാൻ പോലും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്തെ നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. അതെ അതെ അതെ. ഞാൻ നേരത്തെ ദിനേശ് ചേട്ടൻ്റെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ബൈബിൾ കഥകളാണ്, ബൈബിൾ കഥയിലെ ഒരു പാർട്ടാണ് ഈ ഒരു സിനിമയെന്ന്. അപ്പം ഫസ്റ്റ് ടൈം ആണോ അങ്ങനെ ഒരു ബൈബിൾ സ്റ്റോറി? ഞാൻ ബൈബിൾ സ്റ്റോറി മാതാവ് എന്ന് പറയുന്ന സീരിയലിലെ കുറേ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മാതാവിൻ്റെ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കഥകളാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു ക്രിസ്ത്യൻ കഥയിൽ ആ ഒരു ക്യാരക്ടറായിട്ട് ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്
ഞാൻ നേരത്തെ അതാ പറഞ്ഞത്. അപ്പോൾ ഞാൻ കൃഷ്ണൻ, മറ്റേ അർജുനൻ, അങ്ങനെ പല 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 രാജ്യത്തെ പല പല രാജാക്കന്മാർ, അലിബാബ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ കഥാപാത്രം, അതും ഈ പിതാവായിട്ട് അഭിനയിക്കാൻ പറ്റി, അതൊരു വലിയ ഭാഗ്യം, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ആണല്ലേ. ചേച്ചിയുടേതോ? ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ ഡിവോഷണൽ വർക്കുകൾ അധികം ചെയ്തിട്ടില്ല. ഞാൻ ഇതിൽ ഞാൻ കമ്മിറ്റ് ചെയ്തപ്പോഴാണ് ദേവിയായിട്ട് ഞാനൊരു സീരിയലിൽ ജസ്റ്റ് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോയിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഡിവോഷണൽ ക്യാരക്ടേഴ്സ് ഒന്നും. പക്ഷെ ചെയ്യണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്, അതിന് വിളിക്കാം, ഇത് ദേവി ആ ക്യാരക്ടർ പറ്റും, മാതാവായിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെറുതായിരുന്ന സമയത്തൊക്കെ സിനിമകൾ ചെയ്തു തുടങ്ങിയ സമയത്തും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഫാദേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടിക്ക് മാതാവാൻ പറ്റുമല്ലോ എന്നൊക്കെ. പക്ഷേ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നിട്ടില്ല ലൈഫിൽ ഇതേവരെ. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞാനിങ്ങനെ ഒരു ക്യാരക്ടറിനെ തേടി വരുമെന്നൊന്നും എൻ്റെ ചിന്തയിൽ പോലും പോയിട്ടില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഒരു മെസ്സേജ്, ഇങ്ങനെ ഒരു പടം ഞാൻ ചെയ്യാൻ പോകുന്നു, മദർ മേരി ആയിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ. സാറിൻ്റെ ഒരു വലിയ പാരഗ്രാഫായിരുന്നു. നമ്മുടെ ഡയറക്ടർ ജോഷി സാർ ന്യൂ ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അദ്ദേഹം ഇങ്ങനൊരു ഫുള്ളൊരു പാരഗ്രാഫ് എനിക്ക് സെൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും മദർ മേരി, എൻ്റെ കണ്ണിൽ അത് മാത്രമേ പെട്ടുള്ളൂ, മദർ മേരി. ഞാൻ പറഞ്ഞു ഓക്കെ സാർ നോക്കാം. മദർ മേരി. അതെ, ഈ ദേവി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് നിങ്ങളിങ്ങനെ അടുത്ത് സംസാരിക്കുമ്പോൾ ചില ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്യും. അപ്പൊ എനിക്ക് പെട്ടെന്ന് ദേവി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ദേവി അല്ലെങ്കിൽ പോലും ദ്രോണയിൽ ആ ഒരു സംഭവം ഇങ്ങനെ ഫ്ലാഷ് ചെയ്തത്. ആ ഒരു ക്യാരക്ടർ ഇപ്പോഴും ഒരുപാട് പേരുടെ മനസ്സിൽ അതൊരു എന്താ പറയാ, ഒരു പ്രത്യേക ഒരു സ്ഥാനം ഉണ്ടല്ലേ ആ ഒരു ക്യാരക്ടർ. ഉറപ്പായിട്ടുണ്ട്. ഞാൻ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്നെ പെട്ടെന്ന് വിളിച്ച് ചെയ്തൊരു ക്യാരക്ടറാണത്. അപ്പം അതിലൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെയാണ് നമ്മളത് ആ ക്യാരക്ടർ പോയി ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ചെയ്യാൻ ചെന്നപ്പോഴും ആ സെറ്റിൽ വെച്ച് ചില ആർട്ടിസ്റ്റൊക്കെ ചോദിച്ചു, ഇത് ഇപ്പോൾ ഇത്രയും വലിയ പടത്തിന് ചെറിയ ക്യാരക്ടർ ചെയ്യാൻ വരണമായിരുന്നു. കാരണം ഞാനിങ്ങനെ കയറി വരിക, ചെറിയ ഹീറോയിനായിട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ഇത് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ചെറിയ വിഷമം ഉണ്ടായിരുന്നു, അയ്യോ ഇത് അങ്ങനെ അബദ്ധമാവും. പക്ഷെ പടം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പറയും ചെയ്തത് നന്നായി, എനിക്ക് ആ ക്യാരക്ടർ അത് അപ്പോഴത്തേനും എന്നെ വിളിച്ച് സംസാരിച്ചു. പേഴ്സണലി വിളിച്ചവരെല്ലാം പറഞ്ഞു ഇതെന്ത് ചെയ്തത്, നിനക്കത് ഗുണം ചെയ്യും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു ഞാൻ അധികം താമസിക്കാൻ കല്യാണം കഴിച്ചു. അപ്പോൾ ഗുണം ചെയ്യാനൊന്നും നിന്നില്ല. അധികം വൈകാതെ തന്നെ പിന്നെ പ്രണയം എന്ന് പറഞ്ഞ മൂവി ചെയ്തുകൊണ്ടുകൂടി കല്യാണമായി. പക്ഷെ ഇപ്പോൾ എനിക്ക് പക്ഷെ ഗുണം ചെയ്തത് എപ്പോഴാന്ന് വെച്ചാൽ ഞാനിപ്പോൾ എവിടെ ഇപ്പം ഏത് പടം ചേച്ചി ചെയ്തതെന്ന് ഇപ്പോൾ കുട്ടികളോട് പറഞ്ഞാൽ പോലും ദ്രോണയിലുണ്ടെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ അറിയാം, ഈ ജനറേഷനും അറിയാം. അതാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഒത്തിരി ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് മൂവിയിൽ, നായികയായിട്ടും അല്ലാതെ നെഗറ്റീവ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനോട് പറയണമെങ്കിൽ ഞാൻ ഏത് സിനിമ എൻ്റെ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ദ്രോണയിലെ സാവിത്രി ആയിരുന്നു പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷനും അറിയാം. അത് ഭാഗ്യമാണ്. അതെ, സാവിത്രിക്ക് അതുപോലെ തന്നെ ലെജൻസ് ആയിട്ടൊക്കെ ഒരു മൂവിയാണല്ലോ. പിന്നെ മമ്മൂക്ക, തിലകൻ സാറ്, അതുപോലത്തെ ഒരു ഭാഗ്യം. അതെ അതെ, എല്ലാവരും അതിൽ പേടിപ്പിക്കുന്ന ആളും. അത് മമ്മൂക്ക, രണ്ട് മമ്മൂക്ക. എന്നെ പിന്നെ ഒത്തിരി പുകഴ്ത്തി പറയണ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ അറിയാതെ സാവിത്രി ക്യാരക്ടറിനാണ് നമ്മളിങ്ങനെ എല്ലാ ലെജൻസും നമ്മൾ ആ ക്യാരക്ടറിനെ ബൂസ്റ്റ് ചെയ്തൊക്കെ പറയണ കാണുമ്പോൾ ഒരു ഗൂസ് ബംസ് വരും. അത് ഒരു വേറിട്ടൊരു ഫീലായിരുന്നു. നമ്മള് സഞ്ജയനെ കാണാനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ കൊച്ചിലെ മുതൽ ഞങ്ങളിങ്ങനെ നേരത്തെ ഡിസ്കസ് ചെയ്യായിരുന്നു. ഞാൻ കൊച്ചിലെ കാണുമ്പോൾ മുതലേ പുള്ളി അങ്ങനെ തന്നെ ഇരിക്കുന്നത്, പുള്ളി വലുതാവുന്നില്ലേ, നമ്മൾ വലുതാവുന്നില്ല, ഇതെന്ത് ടൈം മെഷീനകത്തെല്ലാം കയറിയിരിക്കണം. എന്താണ് അതിന്റെ സീക്രട്ട്? ഞങ്ങൾക്ക് ഇന്നത് അറിയണം. സീക്രട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, ചെറിയ കുറച്ച് ആഹാരം കഴിക്കുക, റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യുക, ഇതൊക്കെ തന്നെ. വേറെ ഒന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ കുറെയൊക്കെ ജനറ്റിക് ആയിരിക്കും, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ മുടി വെച്ച് പിടിപ്പിച്ചു, അതാണ് മെയിൻ കാര്യം. അല്ല, മുടി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലല്ല, ഇതേപോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ഹെയർ വരുമ്പോഴേ നമ്മുടെ ഒരു ഏജിന്റെ ഒരു ഇത് വരും, നമ്മുടെ ഒരു കോൺഫിഡൻസ് മാറും. നമുക്ക് ആ ഹെയർ വന്നപ്പോൾ തന്നെ എന്റെ സന്തോഷം വേറെ. അപ്പൊ ആ ഒരു ടെക്നോളജി ഞാൻ നേരത്തെ പറഞ്ഞു, അതേപോലെ അഭിനയിക്കാനും കൂടെ പറ്റിയാതെയായിരുന്നു. അതുപോലെ ഞാൻ നേരത്തെ ഒരു കുറച്ച് നാൾക്ക് മുമ്പൊക്കെ ചേട്ടൻ മോളുമായിട്ടൊക്കെ റീൽസ്, അത് ഭയങ്കര വൈറലായിട്ട് ഒരു തവണ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പം ഈ മോളുടെ ഫ്രണ്ട്സ് ഇതേപോലെ കമന്റ്സ് പറയാറുണ്ടോ? അതുപോലെ ചേട്ടനും അനീതിയാണെന്നൊക്കെ അതൊക്കെ പറയാറുണ്ട്. അതൊക്കെ പറയുമ്പോൾ അവർക്ക് നല്ല അസൂയം പിടിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, പിന്നെ അവർക്ക് വലിയ താല്പര്യം, രണ്ടുപേർക്കും വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമില്ല. രണ്ട് മക്കൾക്കും പിന്നെ
നല്ല ഡ്രസ്സൊക്കെ കിട്ടും, കുറേ നല്ല ഫോട്ടോസൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പിരിയേറ്റ് കൊണ്ടുപോകണതാണ്. അങ്ങനെ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് മോളുമായിട്ട് അങ്ങനത്തെ ഒരു റീല് ചെയ്തത്. ഇനി ഇപ്രാവശ്യം 2 പിള്ളേരുമായിട്ട് ചെയ്തു. പിന്നെ അതുകൊണ്ടുള്ള ഈ റീൽസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുമ്പോൾ നമ്മൾ സീരിയൽ ചെയ്യുമ്പോൾ അമ്മമാർക്കായിരിക്കും നമ്മൾ അറിയുന്നത്. ഇപ്പോൾ റീൽസൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പുതിയ ജനറേഷനിലോട്ട് നമ്മൾ വരികയും ചെയ്യും. അങ്ങനെ വൈഫിന്റെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? ഇവിടെ പോയാലും ഹസ്ബൻഡ് ഇപ്പോഴും ചെറുപ്പമായിട്ടിരിക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ വൈഫിന്റെ റെസ്പോൺസ് എങ്ങനെ? അവൾ അങ്ങനെ പണ്ടേ എനിക്ക് വില തന്നിട്ടില്ല. അവള് പണ്ടേ പറഞ്ഞു നിങ്ങളെപ്പോലെ ഒരാളെ സഹിക്കണം എന്നെ വേണം പറയാന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന ആളെടുത്ത് ഇതൊന്നും ഏക്കൂല ആ സാധനം. അപ്പൊ എന്നോട് പറയും ബാക്കി നാട്ടുകാർക്കൊക്കെ കാണുമ്പോ നിങ്ങൾ ആ എന്നൊക്കെ പറയും, എനിക്കല്ലേ അറിയാവൂന്ന് പറയും. എല്ലാ ഭാര്യമാരുടെ അങ്ങനെ തന്നെയാണ്. ജോൺ ചേട്ടന് വില കൊടുക്കാറില്ല. ഇല്ല. എല്ലാരും വന്നിട്ട് പറയും ഓ അങ്ങനെയൊക്കെ പറയുമ്പോ ഞാൻ പറയും ഞാനല്ലേ ഇതൊക്കെ കാണുന്നത്. നിങ്ങൾ ഈ യഥാർത്ഥ സ്വഭാവം മറ്റുള്ളവർ കാണണം, അപ്പൊ നിങ്ങളെ മനസ്സിലാവും. എല്ലാരും പോളിഷ് ഈ ഡയലോഗ് ഞാൻ വീട്ടിൽ പറയുന്ന ആള് ഇത് എല്ലാ വീട്ടിലുള്ള അല്ലെങ്കിൽ നല്ല ആൾക്കാർക്ക് കുടുംബത്തെ വില കാണില്ല. അയ്യോ. അപ്പൊ അത് നേരത്തെ പറഞ്ഞു, ചേച്ചി തന്നെ പറഞ്ഞു മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ചേച്ചി ഞാൻ ചോദിക്കട്ടെ, ചേച്ചി ഓൾറെഡി ബിഗ് ബോസിൽ പോയിട്ടുണ്ട് 4th. അപ്പോ ഈ നമ്മൾ പുറത്ത് കാണുന്ന നമുക്ക് പുറത്ത് ഔട്ട്സൈഡ് നടക്കുവാണെങ്കിൽ കുഞ്ഞു പ്രശ്നങ്ങളായിരിക്കും. ബട്ട് അതിനകത്ത് ഈ കുഞ്ഞു പ്രശ്നങ്ങൾ ഒരുപാട് വലിയ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് ഇമോഷണലി നിങ്ങൾ ഈ ഫുഡൊക്കെ കുറവാണ്, അങ്ങനെ ഡ്രെയിൻ ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ കുഞ്ഞു പ്രശ്നങ്ങൾ അത്ര വലുതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഈ 20 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിനെ ഫസ്റ്റ് അവർ ചൂസ് ചെയ്യുക. അപ്പം നമ്മളിപ്പോൾ ഒരു വീട്ടിലാണെങ്കിലും കുറേ പേരെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയായിരിക്കും, നേരത്തെ അറിയാവുന്നവരാണ്. പപ്പ ഇങ്ങനെ ഭയങ്കര ചൊറിയായിരിക്കും, നിങ്ങൾ പെട്ടെന്ന് അത് ചെയ്യുന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്യില്ല. നമ്മുടെ വീട്ടിലാണ് അല്ലെങ്കിൽ മമ്മി വഴക്ക് പറയും, പെട്ടെന്ന് ചെയ്യും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു ഫാമിലി ലൈഫായിരിക്കും എല്ലാവർക്കും ഉള്ളത്. നമ്മളെല്ലാരെങ്കിലും പേടിച്ച് പോകുന്ന ബിഗ് ബോസ് വീട്ടിൽ ഈ പറഞ്ഞ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിനെ എല്ലാം പിടിച്ച് പറക്കി ഒരു കൂട്ടിനകത്തിരുന്ന പോലെ ആ വീട്ടിനകത്ത് കൊണ്ടുപോയിട്ടിട്ട് എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്കിടെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ബിഗ് ബോസ് ഓരോരോ ടാസ്ക് എടുത്തിട്ട് കൊടുക്കും. അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും അങ്ങനത്തെ ക്യാരക്ടർ ഇറിറ്റേഷൻ വരുന്നവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. പിന്നെ അധികം അങ്ങനെ എന്ത് വഴക്ക് കണ്ടാലും സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ആളുകളില്ലേ വീട്ടിൽ. അവർ ഭയങ്കര വഴക്കുകൾ നടക്കുമ്പോഴും സൈലൻ്റ് ആയിട്ട് മൊബൈലിൽ നോക്കിയിരിക്കുന്ന ഒത്തിരി ക്യാരക്ടേഴ്സ് വീട്ടിൽ കാണും. അങ്ങനത്തെ ആളുകൾ ആ ബിഗ് ബോസ് വീട്ടിലുണ്ടാവും. അവർ കുറേ പേര് ഇത് കണ്ടുകൊണ്ടിരിക്കുക എന്തിൻ്റെ കേടാണോ എന്തോ അങ്ങനെ ഇരിക്കുന്നവരുണ്ടാവും. പിന്നെ കുറേ പേര് ചെറിയ കാര്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കുന്നവരായിരിക്കും, ഷോർട്ട് ടേം ബേർഡായിരിക്കും, അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ ചിലവർ കണ്ടന്റ് കിട്ടാൻ വേണ്ടി ചെയ്യും. അത് ചില ആളുകൾ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കണ്ടന്റിന് വേണ്ടി വെറുതെ അത് പെട്ടെന്ന് മനസ്സിലാവും. അത് കാണുന്ന ആളുകൾ പലരും പറയാറുണ്ട്. ചിലവരെ ക്യാരക്ടറിലുള്ള ഇതൊക്കെ അതങ്ങ് വരും, അവിടെ ചെല്ലുമ്പോൾ വരും. അപ്പോൾ എന്തായാലും നമ്മുടെ സിനിമയുടെ വിശേഷങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ പഴയ കാലത്തെ കാണിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ കോസ്റ്റ്യൂം ആണെങ്കിലും നിങ്ങളുടെ അപ്പിയറൻസ് ആണെങ്കിലും എല്ലാം ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. ഇതിലെങ്ങനെയായിരുന്നു? അല്ല അങ്ങനെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ സീരിയലുകൾ അധികം വരാത്തതിൻ്റെ ഒരു റീസൺ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സിനിമകൾ വരാത്തതിൻ്റെ ഒരു റീസൺ എനിക്ക് തോന്നുന്നു ഒന്ന് നമ്മുടെ ഭൂമിശാസ്ത്രമായിട്ട് ഇത് ഒരുമിച്ച് പോകില്ല. നമ്മുടെ ഇവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന, ഇന്ത്യയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുക്ക സ്ഥലങ്ങളേ ഉണ്ടാവുള്ളൂ. ഡെസേർട്ട് ഏരിയ അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ രണ്ടാമത് കോസ്റ്റ്യൂം അതിൻ്റെ മേക്കപ്പ് ഇതെല്ലാം കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മളൊരു പടം നമ്മൾ അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നമ്മൾ പറയുന്നത് ഈ സിനിമ ഒരു സൗത്ത് ഇന്ത്യയിൽ ഷൂട്ട് ചെയ്ത ഒരു വിദേശ സിനിമയായിട്ട് കാണണമെന്ന് പറയും. നമ്മളെപ്പോലുള്ള മലയാളത്തിലെ ചെറിയ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച ഈ ഭൂമിശാസ്ത്രവും പക്ഷേ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നോക്കാം. കാരണം അതൊക്കെ നല്ല രീതി അല്ലേ, കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിൽ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഒരു സിനിമയെക്കാളുപരി നമ്മുടെ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിനേക്കാളുപരി ഇതിനെ ഒരു കാണാൻ വൃത്തിയുള്ള ഒരു കുഞ്ഞു സിനിമയായിട്ട് കൺസിഡർ ചെയ്ത് പോകണം എന്നാണ് പറയുന്നത്. സീരിയലുകളൊക്കെ ഉണ്ടാവാത്തതിൻ്റെ റീസൺ അതായിരിക്കും. കാരണം ഇപ്പോൾ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ സീരിയൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും നമുക്കിത് കേരളത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഇത്രയും കോസ്റ്റ്യൂം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ കോസ്റ്റ്യൂംസ് ഇട്ട് കേരളത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ചൂടെന്ന് പറഞ്ഞാൽ അസഹനീയ ചൂടാണ്. നമ്മളൊരു 4-5 ലെയറുള്ള ഡ്രസ്സാണ് ഇടുന്നത്. അപ്പം എപ്പോഴും അല്ല, മിക്കവാറും ചില ഭാഗങ്ങളിൽ നമ്മൾ കുറേ ഭാഗങ്ങൾ ബാംഗ്ലൂരാണ് ഷൂട്ട് ചെയ്തത്. ബാംഗ്ലൂർ തന്നെ നമ്മൾ ഏപ്രിൽ മെയ് അല്ലേ, മാർച്ച് ഏപ്രിൽ ആ സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അസഹനീയമാണ്. നമുക്ക് ഇതിനകത്ത് നമ്മൾ പൊള്ളും.
അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ശരിക്കും എനിക്ക് അതുകൊണ്ട് മലയാള സിനിമയൊക്കെ ശരിക്കും അങ്ങനെ വരാത്തത് ചിലപ്പോൾ ഒരു പക്ഷേ അതൊക്കെ ആയിരിക്കാം അറിയില്ല. പിന്നെ ഭീകര കോസ്റ്റ് വരും, നല്ല ഭയങ്കര കോസ്റ്റ് വരും. പിന്നെ ഏത് ഫ്രെയിമിലും വെക്കാൻ പറ്റൂലല്ലോ. നമ്മൾ അവിടെ ബാംഗ്ലൂർ ഷൂട്ട് ചെയ്യുമ്പോഴും നമുക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഫ്രെയിം വെച്ചിട്ടല്ലേ ഷൂട്ട് ചെയ്യുന്നത്. അപ്പുറത്ത് പോയാൽ നമ്മുടെ മരങ്ങൾ പിന്നെ ഇലക്ട്രിക് സാധനങ്ങളൊന്നും കാണാൻ പറ്റില്ല. അതൊക്കെ നോക്കിയിട്ടുള്ള ഒരു സ്ഥലങ്ങളിൽ പോയാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ ഭീകര ബഡ്ജറ്റുമായിട്ട് ചെയ്യേണ്ടി നമുക്ക് ആ ബഡ്ജറ്റിൽ ഷൂട്ട് ചെയ്യാം. നമ്മളൊരു കുഞ്ഞു പ്രൊഡ്യൂസറാണ് ജിജി സാറ്, ഒരു ഭയങ്കര നല്ല പ്രൊഡ്യൂസറാണ്. നമ്മൾ ഇത്രയും നാൾ വർക്ക് ചെയ്തതിൽ ഏറ്റവും നല്ല പ്രൊഡ്യൂസർമാരിൽ ഒരാളെ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡ്യൂസറാണ് ജിജി സാറ്. അത്ര ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര നല്ല മനുഷ്യനാണ്. പിന്നെ ബാംഗ്ലൂർ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ കൂട്ടായ്മയിൽ വന്നിട്ടുള്ള കുറേ നല്ല ആൾക്കാർ, ബാംഗ്ലൂരിലുള്ള കുറേ ആൾക്കാർ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പുതിയ ആൾക്കാർ കുറേ അഭിനയിച്ചു. ഇപ്പോൾ ഞാനുണ്ട്, ധന്യയുണ്ട്, ദിനേശ് ചേട്ടനുണ്ട്, ക്രിസേട്ടനുണ്ട്, പിന്നെ ദേവയുണ്ട്, അമ്പിയ ചേച്ചിയുണ്ട്. ഇത് കൂടാതെ അവിടെ അഭിനയിച്ചിരിക്കുന്ന എല്ലാം പുതിയ ആൾക്കാരാണ്. ആദ്യമായിട്ട് ക്യാമറ കാണുന്ന ആൾക്കാരാണ് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും. മദർ മേരിയുടെ മദർ ക്യാരക്ടറും ഫാദർ ക്യാരക്ടറും ഒക്കെ ചെയ്തിട്ടുണ്ട്. പുതിയ ആൾക്കാർ എല്ലാവരും നല്ല മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അവർക്ക് ആകെ ഡാൻസിന്റെയും ഡ്രാമയുടെ ഒക്കെ എക്സ്പീരിയൻസേ ഉള്ളൂ. പക്ഷെ അവരൊക്കെ അത് കോപ്പറേറ്റ് ചെയ്താൽ കാണണം. ഒരു ഹാർഡ് വർക്ക് എന്ന് ഭയങ്കര ശരിക്കും ഇതിന്റെ പിന്നിൽ ജോഷി സാർ എന്ന് പറയുന്ന ഒരാളുടെ ഹാർഡ് വർക്ക്, അയാളുടെ പാഷൻ, എന്താ പറയണ, അത്രയും ബുദ്ധിമുട്ടിയാണ് സാറ് ആ വർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മുടെ സിനിമ റിലീസ് ഡേറ്റ് ഒക്കെ തീരുമാനിച്ചോ? ഇപ്പം സെപ്റ്റംബർ 26 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മള് ആ ഒരു പ്ലാൻ, നമ്മുടെ ഓണസമ്മാനം നേരത്തെ ചോദിച്ചില്ലേ ഓണത്തിന് എന്താണ് പരിപാടി എന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ ഓണം ആ ഒരു വലിയ പ്രതീക്ഷയിലാണ്. ഈ ഒരു കുഞ്ഞു പടമാണെങ്കിലും ഇത് ഒരു ഡിവോഷണൽ പടമാണെങ്കിലും ഇത് സാധാരണക്കാർക്ക് തിയേറ്ററിൽ കയറി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. പാട്ട് 1-2 പാട്ടുകളുണ്ട്. അത് അല്ലേ, അത് ശരിക്കും സാറ് മ്യൂസിക് നല്ല രസം, സാറ് തന്നെ മ്യൂസിക് ചെയ്ത് എഴുതിയിരിക്കുന്നത് അല്ലേ. അത് എങ്ങനെ പറയാം, നമ്മളിപ്പം പഴയപ്പോഴത്തെ സിനിമയിലെ സോങ്സ് പോലെ അല്ലല്ലോ. അത് ആ ഫീല് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ടായാലും കൊടുത്തിരിക്കുന്നത് ഫീൽ ചെയ്യുന്ന പാട്ടുകളാണ് കൂടുതലുള്ളത്. ഈ നൊമ്പരത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പാട്ടായതുകൊണ്ട് ഫീൽ ചെയ്യുന്ന അതിന്റെ പശ്ചാത്തലം നോക്കിയിട്ടുള്ള ചെറിയ ഇതാ ചെയ്ത്. പക്ഷെ നല്ല അത് ഞാൻ പറഞ്ഞ് നമുക്ക് അത് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. അത് നിങ്ങളിതൊന്ന് കാണാം. ബിഗ് സ്ക്രീനിൽ കണ്ടാലേ ഇതിനൊരു സുഖം വരുള്ളൂ. ബിഗ് സ്ക്രീനിൽ കണ്ടു കഴിയുമ്പോൾ വേറൊരു ഫീൽ ഉണ്ട്, അത് പറയാൻ പറ്റും. അത് കാണുന്ന അല്ലാത്തൊരു ഫീൽ. ശരിക്കും പറഞ്ഞാൽ അത് ക്രിസ്ത്യൻസിന് മാത്രമല്ല, സാധാരണ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. ശരിക്കും നമ്മൾ അതിനകത്ത് കാണുമ്പോൾ യോസേപിതാവിനെയും മാതാവിനെയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു അച്ഛനും അമ്മയും അനുഭവിക്കുന്ന ഫീൽ അതിനകത്ത് പടത്തിലുടനീളം കിടക്കും. ഈ ക്രിസ്ത്യൻ സോങ്സ് എന്ന് പറഞ്ഞാൽ പൊതുവേ പാട്ടുകൾക്ക് അങ്ങനെ മതങ്ങളില്ല. കാരണം എന്താ മാർക്കോസ് സാർ ആണെങ്കിൽ ഇതേപോലെ ഒരു അമ്പലത്തിൽ പോയപ്പോഴത്തേക്ക് ഇസ്രായേലിൽ നമ്മുടെ ജീവിക്കുന്ന സ്ഥലത്തിന്റെ ഒരു അനുഗ്രഹമാണ് അത്. അതിന്റെ സപ്പോർട്ട് നോക്കിയോ, ഇതിനകത്ത് ഇഷ്ടപ്പെടാൻ പോകുന്നത് ഇപ്പം നമ്മള് വിചാരിക്കാത്ത ഓഡിയൻസ് ആയിരിക്കും ഇതിന് നമുക്കൊരു വിശ്വാസം. കഥ അറിയാത്ത ആൾക്കാർ ഇത് കണ്ട് അവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എന്തായാലും ഒരു സക്സസ്ഫുൾ മൂവി ആവട്ടെ. ബൈബിൾ കഥകൾ, ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടായിട്ട് ഒരു സക്സസ്ഫുൾ മൂവി ആവട്ടെ. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.